ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മോനെ? പഠിക്കൽ വരെ മൂത്തടുത്ത് രാമേട്ടുണ്ടായിരുന്നു. ആഹാ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? ഇന്ന് എത്ര കാലം കൊണ്ട് ഞാൻ കാണുന്നു മോനെ. അമ്മ എന്ത് കണ്ടു? ഒരു കുന്തവും കണ്ടിട്ടില്ല. അത് ശരി, നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. എന്റെ ജോലി പോയമ്മേ. സന്തോഷം. സന്തോഷം? സ്വന്തം മകന്റെ ജോലി പോയ സന്തോഷിക്കാ വേണ്ടത്. ഇങ്ങനെ അമ്മയെ ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു വലിയ കോളേജ് അധ്യാപകൻ. നീ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയടാ ഈ ത്യാഗമൊക്കെ? നിന്റെ ഭാര്യയും മക്കളെയും പോറ്റാനോ? അത് ശരി. അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷത്താണല്ലേ? സ്വപ്നം കണ്ടിരുന്നാ മതി. ഓ, സബ് ഇൻസ്പെക്ടറുടെ അമ്മയാകാൻ എന്തോ കൊതിയാണെന്നറിയോ? അയ്യടാ, പോലീസ് പണിക്ക് നീ കൊള്ളത്തില്ലെന്നും നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. അമ്മേ, എന്നെ പേടിത്തൊണ്ടെന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് അഹിംസവാദം ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ പേടിയൊന്നുമില്ല. അമ്മ ബെറ്റ് വെക്കുന്നു, ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടിക്ക് പോയി നിൽക്കുന്ന അമ്മയ്ക്ക് കാണണം. അയ്യോ, അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കളയരുതേ. അങ്ങനെ വഴിക്കുവാ. നിനക്ക് ചോറോ കഞ്ഞിയോ വല്ലതും വേണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളെവിടെ? ആര്? എന്റെ ഫാദർ. ഊണ് കഴിഞ്ഞ് കത്തിക്കരി കിടന്ന് പോത്തിനെ പോലെ മുക്കറിയിടുന്നത്. ഇടട്ടെ ഇടട്ടെ, നല്ലോണം ഇടട്ടെ. അമ്മേ, അമ്മേ. എന്താ മോനെ? പല കള്ളന്മാരുമായിരിക്കും. പട്ടി വരയ്ക്കുന്നുണ്ടല്ലോ. പുറത്തിറങ്ങി നോക്ക്, എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്ക്. ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി? പേടിയൊന്നുമില്ല എന്ന് വെച്ച് മനുഷ്യന് ഭയമില്ലായിരിക്കോ? ഇത് ഞാനാ, നിന്റെ അച്ഛൻ. അച്ഛൻ കള്ളനല്ല, പോലീസല്ലേ? അതെ. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ നേരെ ചൊവ്വ എന്തെങ്കിലും വിചാരിക്കും. എടാ, 30 വർഷക്കാലം സർവീസിലിരുന്ന് സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പും കൊണ്ടവനാ ഞാൻ. എന്റെ മോനൊരു SI ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നീ എന്തിനാ പേടിക്കണേ? എടാ, കാക്കിക്കുപ്പായി ഇട്ടവരെ നാട്ടുകാർക്കാ പേടി. നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും എന്നറിയാമോ? നീ ആരെയും കുത്തണ്ട, ആരെയും കൊല്ലണ്ട. നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നു. ശ്രമിച്ചാൽ നിനക്ക് IPS കിട്ടും. അങ്ങനെ കേറി 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 നിനക്കൊരു IG വരെ ആവാൻ മോനെ. ട്രെയിനിങ്ങിന് പോവില്ലേ? എന്റെ മോൻ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരൂല്ലേ മോനെ? മോൻ ട്രെയിനിങ്ങിന് പോവില്ലേ മോനെ? എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു. Get out! Right! Left! And it is off to the place. Left! Fall out! I say fall out! ഒരു നാളുകൊണ്ട് ഓടിട്ട് വേണം.
Hold your hands. Frog jump position ready. Go. Four grips, 4 times. Go. On the hands down. Bend. Touch. Bend. Touch. Right, left, 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 left, well. Left, right, left, right, left, right, left, right, left, right, left, right, good, hold. Right, come. Break, first, left, right, about 10, left, right, left, right, left, right, about 10, left, right, left, right, right, 10, left, right, left, right, left, right, about 10, left, right, good, hold. Order, one. കുറേക്കാലം ആയല്ലോ കയ്യിലൂത്താൻ നോക്കിട്ട് ഇതുവരെ ശരിയായില്ലേ? ഹൈപ്പട്ടാംസ് 2 റൗണ്ട് ഓടിയിട്ട് വേണം. ഈ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല പത്മനാഭ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തു കാണും. കഷ്ടപ്പെടാതെ ചുമ്മാ കയറി എസ് ആവാൻ പറ്റൂ. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കും. നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിക്കും. എന്നോട് ബഹുമാനം കാണിക്കാത്ത കുറെ എരപ്പാളികളുണ്ട് അവിടെ. ഞാൻ എല്ലാവരും ഇടിച്ചു നിരപ്പാക്കും. കാക്കിക്കുപ്പായത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതൊരു വെയിറ്റ് തന്നെയാ. കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ? ആ ട്യൂട്ടോറിയൽ കോളേജ് ഒരു സ്വർഗമായിരുന്നു. പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസിനത്തിൽ ഒരു 50 രൂപ തികച്ച് കിട്ടിയാൽ മതി, മാത്തച്ഛൻ കുപ്പി വാങ്ങിക്കും. ചിലപ്പോ നേരം വിളിക്കുന്നവരെ തണ്ണിയുടെയും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരിക്കും. ഓ, ആലോചിക്കുമ്പോ കരച്ചിൽ വരുന്നു. അപ്പോ മോഹൻദാസ് തണ്ണി അടിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു രസത്തിന് വല്ലപ്പോഴൊക്കെ. അല്ല പത്മനാഭ, ആ ഇൻസ്ട്രക്ടർക്ക് എന്നോട് വല്ല വ്യക്തിവൈരാഗ്യമുണ്ടോ? എങ്ങനെയുണ്ടോ ഒരു പണിഷ്മെന്റ്? ഓ, മേലും കൈയൊന്നും അനക്കാൻ വയ്യ. ആ, നാളെ ഓഫ് ഡേ ആണല്ലോ. എന്താ പ്രോഗ്രാം? അയ്യോ, ഞാനതങ്ങ് മറന്നു. നേരെ ട്യൂട്ടോറിയൽ കോളേജ് ചെല്ലുക, മാഷന്മാരെയൊക്കെ വിളിക്കുക, മനസ്സ് കൊടുക്കുക, കുറച്ച് വെള്ളം അടിക്കുക. മൂന്ന് മാഷെ, ട്യൂട്ടോറിയൽ ആരെയും കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ ട്യൂട്ടോറിയൽ തന്നെ കണ്ടിരുന്നത് അനുദിനം വളരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുക. ഷർട്ടിന്റെ വാടക കൊടുത്തിട്ട് 6 മാസമായി. നീയാണ് ഭാഗ്യവാൻ. എന്തായി? പോസ്റ്റിംഗ് ആയില്ലേ? പോസ്റ്റിംഗ് ആയി. ഇനിയല്ലേ പരീക്ഷണം. അടുത്ത ബുധനാഴ്ച ചാർജ് എടുക്കണം. എനിക്കൊരു മനസമാധാനമില്ല മാഷെ. ഏത് സ്റ്റേഷനിലാ? കുറച്ചുള്ളില്ല, മുതലക്കുണ്ട് പോലീസ്. എവിടെ എവിടെ? മുതലക്കുണ്ട്. എടോ, നിങ്ങൾ കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ കണ്ട് ആ സ്റ്റേഷൻ മാറ്റി തരാൻ പറ. എന്താ എന്താ ഇവിടെ പ്രശ്നം? എടോ, കുറച്ചു കാലം കൂടി നിനക്ക് ജീവിച്ചിരിക്കുന്ന ആഗ്രഹമില്ലേ? പിന്നെ ജീവനിൽ കൊതിൽ ഒരൊറ്റ ഒരുത്തനും മുതലക്കുണ്ടിൽ SI ആയിട്ടില്ല. വലിയ വലിയ കൊമ്പന്മാരായ ഇൻസ്പെക്ടർമാര് വരെ തോറ്റ് തൊപ്പിട്ട് വന്ന സ്ഥലമാണത്. മിടുക്കന്മാരാൻ ശ്രമിച്ച പല വമ്പന്മാരുടെയും ശവം പോലും ഇന്ന് വരെ കണ്ടുകിട്ടിയില്ല. എന്താ അവിടെ കുഴപ്പം? അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥലമാറ്റം വാങ്ങാൻ നോക്ക്. എന്റെ ഒരു അനന്തരവൻ അവിടുത്തെ ഒരു സ്കൂൾ പഠിപ്പിക്കുക. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്ത നമ്മൾ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ്
ഇങ്ങനെയൊക്കെ നടക്കുന്നെന്ന് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്കും. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. പോസ്റ്റേടെ വേറെ എവിടെയെങ്കിലും പോസ്റ്റേട്ടെ. ആ അല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സ്റ്റേഷൻ മാറ്റി കിട്ടില്ലേ? ആ മനുഷ്യൻ എന്റെ ജീവൻ പോയി കിട്ടാൻ കാത്തിരിക്കല്ലേ മാഷെ. മാഷൊന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വരുമോ? അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്റെ മകനായതുകൊണ്ട് ആള് ധീരനായിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നിന്നെ മുതലക്കുണ്ടി തന്നെ പോസ്റ്റ് ചെയ്തത്. ആദ്യത്തെ പോസ്റ്റിംഗ് ആവുമ്പോ ഒരു കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. നിന്നെ തട്ടി ഓ, അവരകത്താക്കും. പിന്നെ? ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സർക്കാർ നിന്നെ ട്രെയിനിങ്ങിന് അയച്ചത് വെറുതെ അല്ല. വലിയ സ്വാധീനമുള്ള ആളല്ലേ, ചെന്ന് പറഞ്ഞാ എന്ത് കാര്യവും. കൂടെയകത്ത് ചലക്കാതെ. അല്ല മുതലക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള സ്ഥലമല്ല. തന്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇവിടെ വേണം. മാഷെ നീ ഒന്ന്, നീ ഒന്ന്. ആ മനുഷ്യനൊരു ബോധവും കഥയില്ല, മുഴു പ്രാന്ത. ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിരിക്കുക. എന്താ അത്? ഞാൻ മുതലക്കുണ്ടി ചെന്ന് മാഷ് അനന്തരവനൊന്ന് കാണട്ടെ. ഒരു കത്ത് തന്നാ മതി. ഏതായാലും തൽക്കാലം ചാർജ് എടുക്കുന്നില്ല. വല്ല ന്യൂമോണിയായോ ടൈഫോയിഡോ ഒക്കെ ആണെന്ന് പറഞ്ഞ് കുറച്ചു കാലം ലീവ് എടുക്കാം. എന്നിട്ട് ആ പുതിയ SI ആണെന്ന് നാട്ടുകാരെ ആരെയും അറിയിക്കാതെ കുറെ കാലം അവിടെ താമസിക്കും. അവിടുത്തെ എല്ലാ വില്ലന്മാരെയും കുഴപ്പക്കാരെയും സോപ്പിട്ട് വശത്തായി കഴിഞ്ഞാൽ കുറച്ചു കാലം എനിക്ക് അവിടെ പിടിച്ചേക്കാം. എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ചായ എടുക്കാമല്ലോ. ഒരു ഹ്രസ്വകാല പ്രശ്ന വേഷം എന്തോന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആണത്. പക്ഷേ നല്ല വില്ലന്മാരെ ഫ്രണ്ട്ഷിപ്പിന് കിട്ടുമോ? അല്ല, അങ്ങനെ കിട്ടില്ല. എന്റെ സോപ്പിൽ വില്ലന്മാര് വീഴില്ല എന്നാണെങ്കിൽ ജീവൻ പോയാലും ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ ശ്രമിച്ചു നോക്ക്. നിന്റെ സോപ്പിൽ വില്ലന്മാർ വീണ് കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ മുതലെക്കൊണ്ട് ഭഗവതി